ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരികുന്നു. സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ തന്നെയുള്ള ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 16 വരെയുള്ള വചനങ്ങളിൽ ആണ് ഞാൻ സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. മോളത് വേഗത്തിലൊന്ന് വായിച്ചാട്ടെ. ഏതു പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നു എങ്കിൽ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നത് ഭക്ഷിപ്പിൻ. അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറവിൻ. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ തെരുക്കളിൽ പോയി നിങ്ങളുടെ പട്ടണങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറവിൻ. ആ പട്ടണത്തേക്കാൾ സൊദോമ്യർക്ക് ആ നാളിൽ സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കോരസീനെ, നിനക്ക് അയ്യോ കഷ്ടം! ബേത്സയിദേ, നിനക്ക് അയ്യോ കഷ്ടം! നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാകും. നീയോ കഫർന്നഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളത്തോളം താണുപോകും. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു. എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. കർത്താവിന്റെ മഹത്വം. കുറെ വാക്യങ്ങൾ നമ്മൾ വായിച്ചു, അതുകൊണ്ട് അല്പം ഞാൻ സ്പീഡിൽ പോകുവാനാണ് താല്പര്യപ്പെടുന്നത്. നമ്മൾ ഇന്ന് പകൽ ഈ വചനങ്ങൾ ധ്യാനിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമായിട്ട് തന്നെ ഞാൻ ചിന്തിക്കുകയാണ്. അല്പം ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്ത് അവരെ പ്രവർത്തനത്തിന് അയക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. കർത്താവ് അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ, ദൈവരാജ്യം പ്രസംഗിക്കുവാനായിട്ടാണ് അവരെ കർത്താവ് അപ്പോയിന്റ് ചെയ്തത്. 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അതിനെക്കാട്ടിലും ഒരു വലിയ ഗ്രൂപ്പ് 70ഓളം ആളുകളെ കർത്താവ് തെരഞ്ഞെടുത്ത് ശുശ്രൂഷയ്ക്കായി കർത്താവ് നിയമിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇവിടെയുള്ള നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം നന്നായി ധ്യാനിച്ചവരായതുകൊണ്ട് 9-ാം അധ്യായത്തിന്റെ 51-ാം വാക്യത്തിൽ ഒരു വഴിത്തിരിവ് നമ്മൾ കാണുന്നു. ഗലീലയിലെ കർത്താവിന്റെ ശുശ്രൂഷകൾ പൂർത്തിയാക്കിയ ശേഷം അവിടുന്ന് യെരുശലേമിലേക്ക് കടന്നു പോകുകയാണ്. ആ യെരുശലേമിലേക്ക് കടന്നു പോകുന്ന യാത്രയിൽ അനേക ഇടങ്ങളിൽ അവിടുത്തേക്ക് സഞ്ചരിക്കാനുണ്ട്. അനേകരോട് ദൈവരാജ്യം പ്രസംഗിക്കുവാനുണ്ട്. പക്ഷേ സമയം വളരെ കുറവാണ് എന്നതുകൊണ്ട് അവിടുന്ന് പോകാനിരിക്കുന്ന പല ഇടങ്ങളിലേക്ക് നേരത്തെ തന്നെ മെസ്സഞ്ചേഴ്സായി ഈ കുറെ ആളുകളെ കൂടെ എടുത്ത് കർത്താവ് നിയമിച്ച് അയക്കുകയാണ്. 12 പേര് മാത്രം പോരാ, 70 പേരെ കൂടെ കർത്താവ് തെരഞ്ഞെടുത്ത് അവരെ ഈരണ്ടായി കർത്താവ് അയക്കുകയാണ്. ആദ്യത്തെ വാക്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി മനസ്സിലാക്കേണ്ടതാണെങ്കിലും ഞാൻ റെഫറൻസ് പറഞ്ഞങ്ങ് പോകാം. അങ്ങനെ അയക്കുന്ന ഇവരോട് 2-ാം വാക്യത്തിൽ പറയുന്നത് അവർ പ്രാർത്ഥിക്കണമെന്നാണ്. കൊയ്ത്ത് വളരെ ഉണ്ട്, പക്ഷെ വേലക്കാര് ചുരുക്കമാണ്. എക്സിക്യൂട്ടീവ്സ് ഒത്തിരി ഉണ്ട്, ലേബറേഴ്സ് കുറവാണ്. കൊയ്ത്തിന്റെ യജമാനോട് ലേബറേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. 3-ാം വാക്യത്തിൽ അവരോട് പറയുന്നത് അയക്കപ്പെട്ടവരാണ് ഇവർ, പക്ഷെ ഇവർ ചെല്ലുന്ന സ്ഥലത്ത് പ്രതികൂലത്തിന്റെ സാധ്യതകളുണ്ട്. ചെന്നായ്ക്കളുടെ നടുവിലേക്കാണ് ഞാൻ അയക്കുന്നത്.
ഡേഞ്ചർ ഉണ്ട്. സുവിശേഷകരെല്ലാം ഇത് മനസ്സിലാക്കണം. എന്നാൽ 4-ാം വാക്യം 7-ാം വാക്യമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അയക്കുന്ന ഇവരുടെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം കർത്താവിൻ്റെതാണ്. അതുപോലെ ദൈനംദിന ആവശ്യങ്ങൾക്കും കർത്താവിൽ ആശ്രയിക്കുവാനായിട്ടാണ് അവർക്കുള്ള നിർദ്ദേശം. 5-6 വാക്യങ്ങളിൽ ഈ അയക്കപ്പെട്ട ആളുകൾ അവര് ഭവനങ്ങളിൽ കടന്നു പോകുമ്പോൾ അവരുടെ മെസ്സേജുകൾ ഉൾക്കൊള്ളുന്ന ആളുകൾ അവരുടെ കൂടി വരെ താമസിക്കും. അവർക്ക് സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന സമാധാനവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ 8 മുതലുള്ള വാക്യങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ പട്ടണത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുമ്പോൾ തന്നെ സുവിശേഷം തിരസ്കരിച്ചാലുള്ള അപകടത്തെക്കുറിച്ച് സൂചനയുണ്ട്. പ്രധാനമായിട്ടും ഞാൻ അതാണ് ഇന്ന് നിങ്ങളുടെ മുൻപാകെ പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. 8-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ. നേരത്തെ 5 മുതലുള്ള വാക്യങ്ങൾ 5, 6 വീടുകളിൽ ചെന്നാൽ. അതിനേക്കാളിലും ഇപ്പോൾ കർത്താവ് പട്ടണത്തിന്റെ കാര്യമാണ് പറയുന്നത്. വ്യക്തിപരമായ വീടെന്ന കാര്യം 7-ാം വാക്യത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പട്ടണം ആസ് എ ഹോൾ കർത്താവ് പറയുകയാണ്. ഈ മിഷണറിമാർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അതാണ്. ഏത് പട്ടണത്തിലെങ്കിൽ ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നു എങ്കിൽ, കൈക്കൊള്ളുക എന്ന പദപ്രയോഗം എന്ന് പറഞ്ഞാൽ അവരെ റിസീവ് ചെയ്യുക, അവരെയും അവരുടെ സന്ദേശത്തെയും സ്വാഗതം ചെയ്യാൻ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ. ആ വാക്ക് കൈക്കൊള്ളുക എന്നുള്ളത് പറഞ്ഞാൽ വിലയേറിയ ആളുകൾ സന്ദേശം കൊണ്ടുവരുന്നതായിട്ട് പരിഗണിച്ച് ആ നിലയിൽ ആളുകൾ, പട്ടണക്കാര് ഇവരെ സ്വീകരിക്കുന്ന അനുഭവം. പിന്നീട് അതിനെ ഞാൻ വിശദീകരിക്കാം. അങ്ങനെ ഇവരെ സ്വീകരിക്കുമ്പോൾ ഇവർ വാസ്തവത്തിൽ കർത്താവിനെയാണ് സ്വീകരിക്കുന്നത്. കർത്താവ് അയച്ച പ്രതിനിധികളെ സ്വീകരിക്കുമ്പോൾ അയച്ച കർത്താവിനെയും പിതാവാം ദൈവത്തെ കൂടെ സ്വീകരിക്കുകയാണ്. റിസീവിങ്. 6-ാം വാക്യത്തിൽ അവരെ സമാധാനപുത്രൻ എന്ന പ്രയോഗത്തിൽ വിളിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ ഈ സന്ദേശം സ്വീകരിക്കാൻ തയ്യാറായവർ എന്ന അർത്ഥം. അപ്പോൾ ഈ പ്രതിനിധികളെ സ്വീകരിക്കുന്നു, അവര് പറയുന്ന സദ്വർത്തമാനം അവർ സ്വീകരിക്കുന്നു. സദ്വർത്തമാനം ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ഇതെല്ലാം ഒരു കാര്യം തന്നെയാണ്. ഇവരെ സ്വാഗതം ചെയ്യുക, സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന ആ സന്ദേശം, ദൈവരാജ്യത്തിന്റെ സന്ദേശം കൂടെ ഇവർ ഉൾക്കൊള്ളുന്നു എന്ന അർത്ഥത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. എന്ന് പറഞ്ഞാൽ ഈ അയച്ച പ്രതിനിധികളിലൂടെ കർത്താവ് ഇവരുടെ സന്ദേശത്തിലൂടെ അവിശ്വാസികളുടെ ഹൃദയത്തിൽ മുട്ടുകയാണ്, തുറക്കുവാൻ വേണ്ടി. എത്ര ഗൗരവമുള്ള ശുശ്രൂഷയാണ് ഒരു സുവിശേഷകന്റെ ശുശ്രൂഷ. കർത്താവിനെ റിപ്രസന്റ് ചെയ്ത് സുവിശേഷം കേട്ടിട്ടില്ലാത്ത ആളുകളുടെ അടുക്കലേക്ക് ചെന്ന് കർത്താവിന്റെ നാവായി, വായായി നിൽക്കുക. എന്തൊരു പദവിയാണ്! അവിടെ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞേച്ച് വരാൻ അനുവാദമില്ല. അയച്ചിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ സന്ദേശം പറയുവാനാണ്. ദൈവവുമായി നിരപ്പ് പ്രാപിക്കുവാൻ വേണ്ടിയുള്ള സന്ദേശമാണ് ഈ അയക്കപ്പെട്ടവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ 8-ാം വാക്യത്തിന്റെ 3-ാം ഭാഗം, നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നത് ഭക്ഷിപ്പീൻ. സ്വാഗതം ചെയ്ത ആളുകൾ ഹോസ്പിറ്റാലിറ്റി കാണിച്ചുകൊണ്ട് നമ്മുടെ മുൻപിൽ അവരുടെ സ്നേഹം പങ്കുവെക്കാൻ വെക്കുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കണം. യു cannot be choosy. അത് മാത്രമല്ല, ഈ അയക്കപ്പെട്ട ആള്, ഒന്നാമത് അയാൾ സ്വയ താല്പര്യത്തിനൊത്ത് ഭക്ഷണം ഡിമാൻഡ് ചെയ്യുന്ന ആളാകരുത് എന്ന് മാത്രമല്ല, ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുന്നത് ഈ പൗരസ്ത്യ അതിഥി മര്യാദയുടെ ലംഘനമായിട്ടും
നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്ന ആളുകൾ ഒരു വീട്ടിൽ കയറി ചെന്നാൽ അവരുടെ സംസ്കാരവും മര്യാദ അനുസരിച്ച് ചില കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ ഞാനിത് കഴിക്കത്തില്ലെന്ന് പറയുമ്പോൾ യു ആർ ഒഫൻഡിങ് ദം. നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന എന്ത് ചെയ്യണം? കഴിഞ്ഞ ദിവസം ഒരു ഉപദേശി അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറയുന്നത് ഞാൻ കേട്ടതാണ്. ഒരു സ്ഥലത്ത്, ഒരു ഗ്രാമത്തിൽ, ഒരു ട്രൈബൽ മേഖലയിൽ അദ്ദേഹം ചെന്നപ്പോൾ ഉച്ചയ്ക്ക് നിലത്തിരുത്തിയിട്ട് ഊണ്. നമുക്ക് നിലത്തിരിക്കാൻ പറയുമ്പോൾ തന്നെ ഒരു പ്രശ്നമാണ്. നിലത്തിരുത്തിയിട്ട് സെർവ് ചെയ്യുന്ന സഹോദരി അവരുടെ കൈയാണ് തവിയായിട്ട് ഉപയോഗിച്ച് വിളമ്പുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഇനി അടുത്തത് കേക്ക്. അങ്ങനെ ഇരുന്നപ്പോഴേ ആ സഹോദരിയുടെ കുഞ്ഞുങ്ങൾ 1-2 പേര് അതുവഴി പോകുന്നിങ്ങനെ അതിന്റെ മുകളിൽ തുടച്ചിട്ടും കൈകൊണ്ട് വാരി കൊടുക്കുകയാണ്. ഉപദേശിയുടെ കൂടെ ചെന്നവർ പറഞ്ഞ്, എനിക്ക് ഇപ്പൊ ഒരു വിശപ്പില്ല, എനിക്കിപ്പം വേണ്ട. ഉപദേശി പറഞ്ഞ എന്താന്ന് പറയാം, ഇറ്റ്സ് ഓൾ റൈറ്റ് വിത്ത് മീ, ഐ ആം ഗോയിങ് ടു ഈറ്റ്. ശരിക്കും അത് സമർപ്പണമല്ലേ? നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്നത് സന്തോഷത്തോടെ, വാസ്തവത്തിൽ God is providing the messenger through that family. കർത്താവിന്റെ റെപ്പായിട്ട് നമ്മൾ പോയിരിക്കുക, റെപ്രസെന്റേറ്റീവായിട്ട്. അവർ വില്ലിംഗ് ആണ് സുവിശേഷം കേൾക്കാൻ. അവരുടെ മര്യാദ അനുസരിച്ച് അവർ വിളമ്പിത്തരുന്നത് കഴിക്കാനുള്ള സമർപ്പണം ഉണ്ടാകണം. നിങ്ങളുടെ മുൻപിൽ വെക്കുന്നത് ഭക്ഷിപ്പീൻ, അല്ലാതെ അന്നേരം ഈ ഫുഡൊന്നുമല്ല, ഞങ്ങള് ഇങ്ങനൊന്നുമല്ല. ഡോണ്ട് ബി ഫോക്കസ്ഡ്. മെറ്റീരിയൽ ആയിട്ടുള്ള, താൽക്കാലികമായിട്ടുള്ള, ഇന്ന് ഭക്ഷിച്ചിട്ട് നാളെ ഇത് വേസ്റ്റായി പോകുന്ന ആ ഭക്ഷണത്തിൽ കേന്ദ്രീകരിക്കാതെ നിത്യജീവനിലേക്ക് നയിക്കുന്ന ഭക്ഷണം അവർക്ക് നാം വിളമ്പിക്കൊടുക്കുവാൻ തയ്യാറാകണം. You must be focused on the ministry. Praise the Lord. ഇത് മാത്രമല്ല, നിങ്ങളുടെ മുൻപിൽ വെക്കുന്നത് ഭക്ഷിപ്പീൻ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആളുകളുണ്ട്, അവർക്കിതാണ് വലുത്. വീടുകളിൽ നിന്ന് വീട്ടിലേക്ക് ചാടും. ഇവിടെ AC ഇല്ല, AC ഉള്ളിടത്തോട്ട് ചാടിയാലോ? ആഹാരം ഇതിനെക്കാട്ടും മെച്ചപ്പെട്ടത് ആ അച്ഛൻ്റെ അവിടെ പുള്ളി അവിടെ പോയി കഴിക്കാം അല്ലേ? ഇത് പണ്ട് കാലത്ത് ദുരുപദേശകരുടെ ലക്ഷണമായിരുന്നു. വയറ്റിപ്പഴപ്പിന് വേണ്ടി ഇറങ്ങിയതാ. യു ആർ നോട്ട് ലൈക്ക് ദാറ്റ്. എല്ലാവരും ഇത് കേൾക്കണം. നമ്മള് പൂർണ്ണ സമയമായിരിക്കാം, അല്ലായിരിക്കാം. We all are evangelists, messengers of King Jesus. ഓൺലൈനിൽ നമ്മൾ കേൾക്കുന്നവരുണ്ട്. We are messengers of the King. ഒരു വിലയേറിയ ദൂത് നമ്മളെ ഏൽപ്പിച്ചിട്ട് നിയോഗിച്ച് നമ്മളെ അയക്കുകയാണ്. എവിടേക്ക്? കർത്താവ് ചെല്ലാൻ പോകുന്ന ഇടത്തേക്കെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ കാണുന്നത് എങ്ങനെയാണെന്നറിയോ? ഇവന്റെ ഹൃദയത്തിലേക്ക് കർത്താവ് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മളെ അയക്കുകയാണ്. Go, tell him the message. അവരുടെ സ്നേഹത്തിൽ അവർ വിളമ്പുന്നത് നമ്മൾ സ്വീകരിക്കണം. ദുരുപദേശകരെ പോലെ ആകരുത്. ഭക്ഷണമല്ല വലുത്. മാത്രമല്ല, യഹൂദന്മാരാണ് ഇവര് യഹൂദന്മാരുടെ ഇടയിലേക്ക് പോകും. ചിലപ്പോൾ ജാതികളുടെ ഭവനങ്ങളിലേക്ക് പോകും. ജാതികളുടെ ഭവനത്തിൽ പോകുമ്പോൾ ഇത് പറ്റത്തില്ല കേട്ടോ, ഞങ്ങളുടെ ജൂയിഷ് ലോ അനുസരിച്ച് ഇതൊന്നും പറ്റത്തില്ലെന്ന് പറയില്ല. കർത്താവ് മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 18-19 he has already declared all foods as clean. Praise the Lord. സന്തോഷത്തോടെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സ്തോത്രം ചെയ്തുകൊണ്ട് receive it. അതിലൂടെയാണ് കർത്താവ് നമുക്കുള്ള കാര്യത്തെ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്തോത്രം. 9-ാം വാക്യം, അതിലെ രോഗികളെ സൗഖ്യമാക്കി. പട്ടണത്തിൽ ചെന്ന് കഴിഞ്ഞാൽ രോഗികളെ സൗഖ്യമാക്കി. ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറവീൻ. 9-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം രോഗികളെ സൗഖ്യമാക്കുക. 17-ാം വാക്യം കൂടെ നിങ്ങൾ പരിശോധിച്ചാൽ അശുദ്ധാത്മാക്കളെ പുറത്താക്കുക. ഇതെല്ലാം എന്തിനാണ്? അവരുടെ സന്ദേശം
ആധികാരികമാകുവാൻ. അവർക്ക് ദൈവത്തെക്കുറിച്ച് ദൈവരാജ്യം ഒന്നും അറിഞ്ഞുകൂടാ. ഈ വലിയ സന്ദേശം പറഞ്ഞ് praying for the sick, ആ വാക്കിച്ചിരി വിശാലമായി ചിന്തിക്കണം. ആ സിക്ക് ഫിസിക്കൽ ഡെലിവറൻസ് കിട്ടുന്നത് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാതെ തന്നെ അവരെ സഹായിക്കുന്ന അർത്ഥം കൂടെയുണ്ട്. എന്നിട്ട് സന്ദേശവും പറയുക. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇതിന് വളരെ ചേർന്ന് കിടക്കുന്ന കാര്യമാണ് കർത്താവ് 12 അപ്പോസ്തോലന്മാരോടും പറയുന്നത്. ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു, ഇതാണ് ദൂത്. ഈ ദൂതാണ് ന്യൂ ടെസ്റ്റ്മെന്റ് മുഴുവൻ നിങ്ങൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 3:2 യോഹന്നാൻ സ്നാപകൻ ഇതാണ് പ്രസംഗിച്ചത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ശുശ്രൂഷ നിങ്ങൾ പരിശോധിച്ചാൽ എവ്രിവെയർ ദ കിങ്ഡം ഓഫ് ഗോഡ് അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഹെവൻ, ഇത് രണ്ടും ഒരു രാജ്യത്തെ കുറിച്ചാണ്. അപ്പോസ്തോലന്മാര് പ്രസംഗിച്ചു കിങ്ഡം ഓഫ് ഗോഡ്. ഈ സന്ദേശമാണ് പ്രസംഗിക്കുവാനായിട്ട് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു നിമിഷവും നിന്ന് വാട്ട് ഈസ് ദ കിങ്ഡം, എന്താണ് ഈ ദൈവരാജ്യത്തിന്റെ സന്ദേശം? അവിടെ എഴുതിയിരിക്കുന്ന പ്രയോഗം ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു. കാരണം കിങ് ജീസസ് അറൈവ് ചെയ്തിരിക്കുകയാണ്. ഹി ഹാസ് ബ്രോട്ട് ദ കിങ്ഡം ഓഫ് ഗോഡ്. സമീപിച്ചിരിക്കുന്നു. കിങ്ഡം എന്ന് പറയുന്നത് പല തലങ്ങളുണ്ട് ദൈവരാജ്യത്തിന്. ഭാവിയിൽ 1000 ആണ്ട് വാഴ്ച അക്ഷരികമായി ഭൗതികമായി ഈ ഭൂമിയിൽ നടക്കും. യേശു രാജാവായി വാഴും. നിത്യരാജ്യമുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പോൾ ദൈവരാജ്യമുള്ളത് യേശുക്രിസ്തുവിനെ രാജാവായി ഹൃദയത്തിൽ സ്വീകരിച്ച ദൈവ മക്കളുടെ ഉള്ളിലാണ് ദൈവത്തിന്റെ ഭരണം. പ്രൈസ് ദി ലോർഡ്. ഉണ്ടോ ആ ഭരണം? അത് സംബന്ധിച്ച് ഒത്തിരി കാര്യം പറയാനുണ്ട്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ പത്തനംതിട്ട നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇത് അല്പമായിട്ട് ഞാനൊന്ന് വിശദീകരിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗവും വിശദീകരിക്കുന്നില്ല. ഈ ദൈവത്തിന്റെ ഭരണം വ്യക്തിപരമായി നമുക്ക് അനുഭവിക്കാൻ കഴിയും. കൊലോസ്യ ലേഖനം 1:13 ദൈവരാജ്യത്തിലേക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പ്രവേശിക്കാത്ത സകല ആളുകളും വേറൊരു രാജ്യത്തിനകത്താണ് എന്ന സത്യം എല്ലാവരും അറിയണം. കൊലോസ്യ ലേഖനം 1:13 നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു. ഇരുട്ടിന്റെ അധികാരം, പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് ഈ വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക്. കൊലോസ്യർ 1:12-13 വായിച്ചാട്ടെ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ തീർത്തും ഞാൻ പറയാം പിശാചിന്റെ നിയന്ത്രണത്തിലാണ്. You may look like a good person and all, but Satan is controlling you. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ ഒന്നും വായിക്കണ്ട, 1-2 വാക്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, സുവിശേഷം കർത്താവ് നിങ്ങളുടെ അടുക്കൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ believe in Jesus Christ and enter through the narrow gate into the kingdom of heaven. Praise the Lord. ഇവരെ അയച്ചിരിക്കുന്നത് ഈ പ്രധാനപ്പെട്ട കാര്യം പറയുവാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ ഭരണം. 10-ാം വാക്യം, ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ തെരുവുകളിൽ പോയി അവ കൈക്കൊള്ളാതെ വരും ആളുകൾ. Everyone is not going to accept you. അത് ഞാൻ തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ ജീവിത അനുഭവമല്ലേ അല്ലേ. വീടുകളിൽ ചെല്ലാൻ നേരത്തെ പറയുമ്പോൾ എല്ലാ വീടും സ്വീകരിക്കത്തില്ല. സമാധാനപുത്രൻ ഉള്ളിടത്ത് മാത്രമേ ഉള്ളൂ സ്വീകരണം, അല്ലാത്തടത്ത് തിരസ്കരിക്കും.
പട്ടണം നമ്മളെ തിരസ്കരിക്കും. ദൈവരാജ്യത്തിന്റെ ദൂത് നല്ല ദൂതാണല്ലോ. പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്ന രാജാവാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദൂത്. അതെന്താ ആളുകൾ തിരസ്കരിക്കുന്നത്? പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന് പിശാച് അവരെ വിടാതെ അവരുടെ കണ്ണുകൾ അന്ധത പിടിച്ചിരിക്കുകയാണ്. They will refuse it. They will persecute you. They will insult you. ഇതെല്ലാം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും അനുകൂലമായ സ്വീകരണമാണ് എന്ന് ഒരു സുവിശേഷകനും തെറ്റിദ്ധരിക്കരുത്. ഇത് കർത്താവ് ഈ 10-ാം അധ്യായത്തിൽ നിർദ്ദേശം കൊടുക്കുമ്പോൾ 9-ാം അധ്യായത്തിന്റെ 52 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇതൊക്കെ പഠിച്ചതല്ലേ. ശമര്യ വഴി പോകുവാനായിട്ട് കർത്താവും ശിഷ്യന്മാരും ആഗ്രഹിച്ചു. പക്ഷെ നാട് മുഴുവനും ഒറ്റക്കെട്ടായി നിന്ന് കർത്താവിനെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചില്ല. He was not accepted. They rejected Jesus Christ. യേശുവിന്റെ പുറകെയാണ് പോകുന്നതെങ്കിൽ we will also be rejected. മെസ്സഞ്ചേഴ്സ് ആയിട്ട് നമ്മൾ പോവുകയാണ്. രാജാവ് നമ്മളെ കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. എന്നാലും ഇതറിയാത്ത ഒരു ലോകം, പിശാചിന്റെ ആ അടിമത്വത്തിൽ കിടക്കുന്നവര്, അവര് കാര്യമറിയാതെ നമ്മളെ തിരസ്കരിച്ചു എന്ന് വരാം. അവർക്ക് ദൈവരാജ്യത്തിന്റെ മെസ്സേജ് വേണ്ട. They will refuse it. Praise the Lord. അങ്ങനെ റെഫ്യൂസ് ചെയ്യുമ്പോൾ ഈ മെസ്സേജും മെസ്സഞ്ചറിനെയും കൂടെയാണ് അവർ റെഫ്യൂസ് ചെയ്യുന്നത്. ഇന്നും അത് നടക്കുന്നു. 10-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ തെരുക്കളിൽ പോകണം, അവിടെ നിൽക്കരുത്. അല്ല, ഞാനൊന്ന് പ്രാർത്ഥിച്ചു വേണ്ട, നിങ്ങളെ കൈക്കൊള്ളുന്നില്ല. ഇത് സൂക്ഷ്മം പഠിക്കണം. ഇവിടെ മുതലാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ തെരുക്കളിൽ പോയി, ബാക്കി ഞാൻ പിന്നെ പറയാം. ദ മെയിൻ സ്ട്രീറ്റ് പോയിട്ട് ചിലത് പറയാനുണ്ട്. സകലരും കേൾക്കെ ചില കാര്യങ്ങൾ വിളിച്ചു പറയാനുണ്ട്. ആ ദേശം എന്നെ കൈക്കൊള്ളുന്നില്ല. സോ ഐ സ്റ്റിൽ ഹാവ് എ മിനിസ്ട്രി. 11-ാം വാക്യത്തിന്റെ അവസാന വാക്കിലേക്ക് വരണം. എന്താണ്? മെസ്സേജും മെസ്സഞ്ചറിനെയും റിജക്റ്റ് ചെയ്താൽ അവർ തെരുക്കളിൽ പോയി പറവീൻ. ഒരു സന്ദേശം അവർക്കുണ്ട്. ജീസസ് അവരോട് കൽപ്പിക്കുന്നത് പറയണം. എന്ത് പറയണം? 11-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗമാണ് പറയേണ്ടത്. അപ്പൊ ഈ പ്രധാനപ്പെട്ട പട്ടണത്തിന്റെ പ്രധാനപ്പെട്ട ഈ ഒരു തെരുക്കളിൽ ചെന്ന് ഇവർ ഈ 11-ാം വാക്യത്തിന്റെ സന്ദേശം അവർക്ക് മുന്നറിയിപ്പായി പറയണം. വെളിപ്പാടിനെ തിരസ്കരിച്ചാൽ ന്യായവിധിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇവര് പറഞ്ഞപ്പോ ആരെങ്കിലും മാനസാന്തരപ്പെട്ടോ പാസ്റ്ററെ? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അറിയാം, രേഖകളൊന്നുമില്ല. പക്ഷെ പറയണം. അത് പറയുന്നതിന്റെ പിൻപിലുള്ള ഉദ്ദേശം ഞാൻ കാണിച്ചു കൊടുക്കാം അവരെ. ആ മട്ടല്ല. നിങ്ങൾ തിരസ്കരിച്ചത് രാജാവിന്റെ മെസ്സേജാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ മെസ്സേജിനെ തിരസ്കരിച്ചാൽ ന്യായവിധിയുണ്ട് എന്ന് പറയുമ്പോൾ ആ ദൂതിനകത്ത് അന്തർലീനമായി കിടക്കുന്നത് one more chance for you. അവർക്ക് പിന്നെയും സുവിശേഷം കേട്ട് ഉൾക്കൊള്ളാനായിട്ടൊരു ചാൻസ് കർത്താവ് കൊടുക്കുകയാണ്. ആ കട്ടിയായ സന്ദേശത്തിലൂടെ. അപ്പൊ ഒരു പട്ടണം അവരെ കൈക്കൊണ്ടില്ലെങ്കിൽ എവിടെങ്കിലും മൗനമായിട്ടങ്ങ് പോവുകയല്ല, അതിന്റെ തെരുക്കളിലോട്ട് ഇറങ്ങി അവര് പറയണം. ഇനി 11-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം എന്ത് പറയണം? നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു.
എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. 9-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ കർത്താവ് 12 പേരോട് പറയുമ്പോഴും, ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതിരുന്നാൽ ആ പട്ടണം വിട്ട് അവരുടെ നേരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിൽ നിന്ന് പൊടി തട്ടിക്കളവീൻ. ഈ കാലിൽ നിന്ന് പൊടി തട്ടിക്കളയുക എന്ന് പറയുന്ന ഈ സമ്പ്രദായം പരമ്പരാഗതമായ യഹൂദന്മാരുടെ ഒരു രീതിയാണ്. അവരതങ്ങനെ ചെയ്യുന്നത്, ഇവർ ഈ യാത്രകൾ പോകുമ്പോൾ ജാതിക സ്ഥലങ്ങളിലൂടെ ഇവർ കടന്നു പോകും. അവർക്കത് വലിയ ബുദ്ധിമുട്ടാണ്, പക്ഷെ യാത്ര ചെയ്യല്ലേ. മടങ്ങി അവരുടെ സ്ഥലത്ത് വരുമ്പോൾ അവർ സാധാരണ എല്ലാം കൊടയും, കാൽ കൈ എല്ലാം കൊടയും. എന്താ? അശുദ്ധമായ ഒരു പൊടി പോലും പറ്റി ഞങ്ങളാരും കണ്ടാമിനേറ്റഡ് ആയല്ലേ, നിങ്ങളുടെ പൊടിയൊക്കെ നിങ്ങൾ. ആ ഒരു സമ്പ്രദായം അവർക്കുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രതീകമായ ഒരു ആംഗ്യമാണത്. ഈ ജാതിക ഇൻഫ്ലുവൻസുകൾ ഒന്നും അവരുടെ മേത്ത് പറ്റിയിരിക്കാതെ വണ്ണം അവർ തട്ടി കുടഞ്ഞ് കളയുകയാണ്. അപ്പൊ കർത്താവ് ഈ പറയുന്ന കാര്യം, ആശയം അവർക്ക് നന്നായി മനസ്സിലാകും. ഈ ശിഷ്യന്മാരെ ആരെങ്കിലും പുറത്താക്കിയാൽ യഹൂദന്മാരെ പോലും അവര് ഈ അശുദ്ധമായ ജാതികളെ പോലെ ട്രീറ്റ് ചെയ്യണം. ബിക്കോസ് ദേ ഹാവ് റിജക്റ്റഡ് ദ മെസ്സേജ് ഓഫ് ദ കിങ്. അപ്പൊ ഇത് വളരെ ഗൗരവമാണ്. ന്യൂ ലൈഫിൽ വന്നിരിക്കുന്ന പലരും ഇത് ശ്രദ്ധയോടെ കേൾക്കണം. സഭായോഗത്തിന് പോകുകയാണ്, അവിടെ എന്താണ്? പാസ്റ്റർ കുറച്ച് സമയം നാം പ്രസംഗിക്കും. എന്ത് പ്രസംഗിക്കും? യേശു യേശു എന്നൊക്കെ ഇടയ്ക്ക് കേൾക്കാം. സ്തോത്രം. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. സന്ദേശം എത്ര കേട്ടു, ഞാൻ താഴോട്ട് പറയുമ്പോൾ ഇതിന്റെ ഗൗരവത്തിന്റെ മാഗ്നിറ്റ്യൂഡ് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇത് ഓർത്തോണം. ഞാന് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൽ നാങ്ക് അടിച്ചോണ്ടിരിക്കുന്ന കണ്ടു ഞാൻ. സ്തോത്രം. ശാസനയ്ക്ക് വിധേയപ്പെടുന്നവർ വന്നാൽ മതി. ഇവിടെ മനസ്സിലായിക്കോണം. പണ്ടൊരിക്കൽ ഞാൻ ശാസിച്ചൊരു കൊച്ചിന് പനി പിടിച്ചു, ഒരു കുടുംബമായിട്ട് പോയി. യോഗത്തിന് വന്നിരുന്നാൽ കൃത്യമായിട്ട് കാര്യം നോട്ട് ചെയ്തോണം. അല്ലാതെ ഈ ചർച്ചയിലെ അംഗമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. വേറെ ഒരു കൊച്ച് വേറൊരാൾക്ക് മസാജ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. മസാജ് അല്ല മോളെ, ഇത് മെസ്സേജാ. മെസ്സേജ് ഇസ് നോട്ട് എ മസാജ്. പിന്നെന്താ? മിസൈൽ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അലർട്ടാകണം. ദിസ് ഇസ് ഗോഡ്സ് വേർഡ്. കർത്താവ് കൽപ്പിക്കുകയാണ് ഇങ്ങനെ ചെയ്യാൻ. അവരെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവർ പരസ്യമായിട്ട് ഇങ്ങനെ ചെയ്യണം. എന്ന് പറഞ്ഞാൽ സുവിശേഷം തിരസ്കരിക്കുമ്പോൾ അതിന് സീരിയസ് ആയിട്ടുള്ള കോൺസിക്വൻസ് ഉണ്ട്. കേട്ടോണം. ഇത് തമ്പുരാൻ നിന്നെ വിടത്തില്ല. കേട്ടോളാം മോനെ. There is a serious consequence when you reject the gospel of King Jesus. ഇതിനൊന്നും മാറ്റമില്ല. സഹോദരിമാര് തോർത്തോണം, സഹോദരന്മാര് തോർത്തോണം. നമ്മൾ രാജാവിന്റെ പ്രതിനിധികളായി പോയി പറയുമ്പോൾ പെന്തിക്കോസുകാരൻ കള്ളൻ വന്നിരിക്കുന്നു ഇറങ്ങി പോ എന്ന് പറയുമ്പോൾ ആരെയാണ് റിജക്റ്റ് ചെയ്യുന്നത്? സന്ദേശത്തെയും കർത്താവിനെയും റിജക്റ്റ് ചെയ്യുക. There are eternal consequences. അപ്പം നമുക്കെത്ര ഉത്തരവാദിത്തമുണ്ട്? പോയി പറയേണ്ടത് കളിതമാശല്ല. അയച്ചവൻ നാവിൽ തന്ന ദൂതാണ് പറയേണ്ടത്. അവിടെ ഫ്രണ്ട്ഷിപ്പ്, പ്രൈസ് ദി ലോർഡ്, നല്ല വട്ടയപ്പമാണല്ലോ, ഇതൊന്നും അല്ല. സന്ദേശം പറയണം. ഇത് അടിയന്തരമാണ്. ദൈവം നമ്മളെ സന്ദേശം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ടൈം ഈസ് ഫ്ലീയിങ്. നമുക്ക് ഒരാഴ്ച ഉള്ളൂ. അതിൽ നല്ല ശതമാനം ജീവിച്ചു കഴിഞ്ഞു. ദൈവസഭയായി സടകുടഞ്ഞ് എഴുന്നേൽക്ക്. കുടുംബങ്ങൾ എഴുന്നേൽക്ക്. നമ്മുടെ കുഞ്ഞുങ്ങൾ തയ്യാറാകട്ടെ. There is a message to be passed on. അതിനാ സഭ.
അല്ലാതെ നമ്മൾ കൊട്ടിയും പാടിയും പോകാനല്ല. ചർച്ചിന്റെ പ്രധാനപ്പെട്ട ദൗത്യമാണ് ഇവാഞ്ചലിസം. സ്തോത്രം. കർത്താവിന്റെ കൽപ്പനയാണ്. വാസ്തവത്തിൽ ഇങ്ങനെ പൊടി തട്ടിക്കഴിയുമ്പോൾ ഒഴിവാക്കലിന്റെയും അപലപിക്കലിന്റെയും ഒക്കെ ഒരു അടയാളമായിട്ട്, ഇറ്റ്സ് എ സൈൻ ഓഫ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളെ തിരസ്കരിച്ചിരിക്കുന്നു എന്ന് പരസ്യമായി പറയുന്ന ഒരു ആക്റ്റാണ് പൊടി തട്ടിക്കളയുക. ഇത് വാസ്തവത്തിൽ ന്യായവിധിയുടെ പരസ്യ പ്രഖ്യാപനമാണ്. He is going to judge you. But what did we do? We are nice people. Well, you may be nice in the eyes of the world, but you have rejected the gospel of King Jesus. വളരെ ഗൗരവമുള്ളതാണ്. ഈ സഭയുടെ അംഗമാണെന്ന് പറഞ്ഞിട്ടൊന്നും ഇരുന്നിട്ടൊന്നും കാര്യമില്ല. സുവിശേഷം ഏറ്റെടുത്തില്ലെങ്കിൽ ന്യായവിധി ഉണ്ടാവും. എന്തിനാ അങ്ങനെ പറയുന്നത്? ഇത്ര കട്ടിക്കൊക്കെ പറയണോ? അങ്ങനെ പറയുന്നത് അതിനകത്ത് തന്നെ ഒരു വിടുതലിന്റെ സന്ദേശമുണ്ട്. ടേൺ, തിരിയ. നീ എന്തിനീ ന്യായവിധിയിൽ കടന്നു പറയണം? നീ ചേഞ്ച് ചെയ്യ്. എനിക്ക് സുവിശേഷം വേണം, എനിക്ക് കർത്താവിനെ വേണം, എനിക്ക് ആത്മരക്ഷ വേണം, എനിക്ക് പിശാചിന്റെ സാമ്രാജ്യം വേണ്ട. I want to enter the kingdom of heaven. സ്തോത്രം. ശരിക്കും ഈ ആക്ട് കാണിക്കുന്നത്, ഈ കാലയിലെ പൊടി തട്ടിക്കളയുക എന്ന് പറയുമ്പോൾ അതിൽ വാക്കും ഭാഷണവും കൂടാതെ സന്ദേശം ഇതാണ്: നിനക്ക് സുവിശേഷം കേൾക്കാൻ അവസരം കിട്ടി, പക്ഷേ നീ ബോധപൂർവം അതിനെ തിരസ്കരിച്ചു. തിരസ്കരിച്ചത് കൊണ്ട് നിനക്ക് ന്യായമായ വിധിയുണ്ട്. വെരി സീരിയസ് മെസ്സേജ്. ഇത് പറഞ്ഞ് അങ്ങോട്ട് അയക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ സുവിശേഷ സന്ദേശം ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കണം. കർത്താവ് ഈ മെസ്സഞ്ചേഴ്സിന് അധികാരം കൊടുക്കുകയാണ് ജഡ്ജ്മെന്റ് പ്രഖ്യാപിക്കാൻ. ഹോ, സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ദൈവരാജ്യത്തിന്റെ സന്ദേശം ഇവർ കേട്ടു. ഇവര് തെരഞ്ഞെടുക്കുകയാണ്. ദൈവരാജ്യം. അവരത് തിരസ്കരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് വളരെ ശ്രദ്ധയോടെ എൻ്റെ മുൻപിലിരിക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും കുഞ്ഞുങ്ങൾ ഓർത്താണ്. മുളക്കാലി നടക്കത്തില്ല ദൈവരാജ്യത്തിന്. God means business. കളിതമാശല്ല കേട്ടോ മോനെ, കളിതമാശല്ല. എന്തിനാ നമ്മൾ ഇരിക്കുന്നത്? യോഗം കഴിയുമ്പം ഫുട്ബോൾ കളിക്കണം. എന്താണ് ബോള്? മിനറൽ വാട്ടറിന്റെ കുപ്പി. അതല്ല ഇത്. എന്ത് മനസ്സിലായി? സോ വെരി സീരിയസ്. അപ്പോസ്തലർ പ്രവൃത്തി 13-ാം അധ്യായം 50-51 വാക്യം നോക്കി. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിൽ എങ്ങനെയായിരുന്നു? ആക്ട്സ് 13:50-51. യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിന്റെയും ബർന്നബാസിന്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. 51-ാം വാക്യം. എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞ് ഇക്കോന്യയിലേക്ക് പോയി. 18-ാം അധ്യായം കൂടെ, 18-ാം അധ്യായം 5-6 വാക്യം. ശീലാസും തിമോഥെയോസും മക്കദോന്യയിൽ നിന്ന് വന്നാറി പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞു. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്ന് അവരോട് പറഞ്ഞു. അപ്പൊ അപ്പോസ്തലന്മാര് യഹൂദന്മാര് ദൈവത്തിന്റെ വചനം തിരസ്കരിക്കുകയും സുവിശേഷം തിരസ്കരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവര് ഈ ജാതികളോടുള്ള ബന്ധത്തിൽ അവർക്ക് ഈ ഒരു നടപടിയായിരുന്നു.
ജാതികളെക്കാൾ ഒന്നും നിങ്ങൾ ഭേദമൊന്നും അല്ല. സുവിശേഷം തിരസ്കരിച്ചെങ്കിൽ നിങ്ങളും ഔട്ടാണ്. ആ അർത്ഥത്തിലാണ്. സ്തോത്രം. ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അവിടെ പിന്നെ നിൽക്കുകയല്ല, അവർ പോകുകയാണ്. ഇത് പറഞ്ഞേച്ച് ഈ ഹാർഡ് കോർ ആയിട്ടുള്ള ഹൃദയ കാഠിന്യതയിൽ ഈ സന്ദേശത്തെ തിരസ്കരിച്ച ആളുകളോട് ഈ ഒരു ന്യായവിധിയുടെ ദൂത് പറഞ്ഞിട്ട് അവരവിടുന്ന് കടന്നു പോകുക. സമയമില്ല, കർത്താവ് വരും, അതിന് മുമ്പ് ചെല്ലേണ്ടടുത്തെല്ലാം ചെല്ലണം. ഈരണ്ടായി. ഞാൻ വൈകിട്ടൊന്ന് വന്നോട്ടെ, നാളെ കൂടെ വന്നോട്ടെ. സ്തോത്രം. 11-ാം വാക്യം ആണല്ലോ നമ്മൾ ധ്യാനിക്കുന്നത്. അതിന്റെ അവസാന ഭാഗം, എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറയുവീൻ. പൊടിയൊക്കെ തട്ടിയിട്ട് വെറുതെ പോവല്ല, ദൂത് കേട്ടോണം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ, എടാ നിങ്ങൾക്ക് വേണ്ട എങ്കിലും the kingdom of God is unstoppable. നിങ്ങൾ രണ്ടുപേരും മിടുക്കന്മാരാന്ന് ചിന്തിച്ച് ദൈവരാജ്യം വേണ്ടെന്ന് പറഞ്ഞാൽ കൊടമടക്കി പോകുന്ന പരിപാടിയല്ല. The kingdom will come. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. The King Jesus is with us. അത് പറയണം. Praise the Lord. Hallelujah. സ്തോത്രം. 12-ാം വാക്യം, ആ പട്ടണത്തെക്കാൾ, ശരിക്കും നമ്മൾ നടുങ്ങണം. ഇത് ആ പട്ടണത്തെക്കാൾ സോദോമ്യർക്ക് ആ നാളിൽ സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. What's the meaning? സുവിശേഷം റിജക്റ്റ് ചെയ്ത പട്ടണത്തിന് ആ നാൾ ന്യായവിധി ദിവസത്തിൽ സോദോമിനെക്കാട്ടിൽ കഠിനമായ ന്യായവിധി ആയിരിക്കുമെന്ന്. സോദോമിനെ എന്തിനാ ന്യായം വിധിച്ചത്? ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല. സോദോമിനെ എത്ര ഭയാനകമായിട്ടാണ് ദൈവം ന്യായം വിധിച്ചത്. സ്വർഗത്തിൽ തീ വന്നിട്ട് അവരെ നശിപ്പിച്ച് ദഹിപ്പിച്ച് കളയല്ലായിരുന്നു. എന്താണ്? പെർവേഴ്സ് ആയിരുന്നു. വല്ലാതെ ജീവിച്ച ഒരു സമൂഹം. അതിനേക്കാൾ അവർക്ക് ന്യായവിധിയുണ്ട്. അതിനേക്കാൾ ഡിഗ്രി കൂടിയതായിരിക്കും സുവിശേഷം റിജക്ട് ചെയ്തവരുടെ ന്യായവിധി. എല്ലാ കുഞ്ഞും ഇത് കേൾക്ക. ഇന്ന് രാവിലെ കടന്നു വന്നവർ കേൾക്ക. ഇത് ബൈബിൾ ദൈവത്തിന്റെ വചനമാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, this is what the Lord says. എന്താ വചനത്തിന്റെ സന്ദേശം? വചനത്തിന്റെ സന്ദേശം പാപികൾക്ക് രക്ഷയാണ്. ഞാൻ പാപി അല്ലേ, ഇതുകൊണ്ടൊന്നും ഇങ്ങോട്ട് വരണ്ട, ഞാൻ പോവാ. മെസ്സഞ്ചർ പോകും. സുവിശേഷം റിജക്റ്റ് ചെയ്തു സ്വയനീതിയിൽ നിൽക്കുകയാണെങ്കിൽ വലിയ കേമനാണെന്ന് ചിന്തിച്ചാൽ അടി വരുന്നുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ മക്കളോടൊക്കെ ഇത് പറഞ്ഞോണേ കേട്ടോ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക UK പോവാൻ. നല്ല കാര്യം, ഇത് പറഞ്ഞു കൊടുക്കണം. ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിലല്ലെങ്കിൽ ബോധപൂർവം റിജക്റ്റ് ചെയ്താൽ there is judgment. എത്ര ഗ്രാഫിക് പ്രസന്റേഷൻ ആണ് കർത്താവിന്റെ. സോദോമിനേക്കാൾ ഭയാനകമാകും. ഈ യഹൂദന്മാരൊക്കെ ഷോക്കാകും. ആ നാളിൽ ന്യായവിധിയുടെ ദിവസം സുവിശേഷം കേട്ടിട്ടില്ല, ഒന്നും അറിഞ്ഞുകൂടായെങ്കിലും ന്യായവിധിയുണ്ട്. പക്ഷേ ഇത്രയും സിവിയർ അല്ല. കേട്ട് 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 തഴമ്പിച്ച് പിന്നെ ഇപ്പോഴത്തെ കേൾവിയെല്ലാം ഇതിനെ ഒന്ന് വിശകലനം ചെയ്ത് പഠിച്ചൊന്ന് വിമർശിക്കാം. പണി നിനക്ക് കിട്ടും. സ്തോത്രം. ഇതിന് മയമൊന്നുമില്ല, ഇതിന് മയമൊന്നുമില്ല. ദിസ് ഇസ് ദ ട്രൂത്ത്.
ignorant people are going to be judged. പക്ഷെ അതിനേക്കാളും സിവിയർ ആണ് കാര്യം കേട്ടിട്ട് അഹങ്കാരത്തോടെ ഇതിനെ തിരസ്കരിച്ചാൽ. ഭാരതം ഇത് കേട്ടോണം, കേരളം ഇത് കേട്ടോണം, പെന്തിക്കോസുകാർ ഇത് കേട്ടോണം. പെന്തിക്കോസുകാരൻ ചിന്തിച്ചത് പെന്തിക്കോസിൽ വന്നു കഴിഞ്ഞ് രജിസ്റ്ററിൽ ഒപ്പുവെച്ച് നമ്മൾ പെന്തിക്കോസില്ല, പെന്തിക്കോസുകാരെ ചേർക്കാൻ ഫ്ലൈറ്റ് വരിക, കൊള്ളാം, രക്ഷിക്കപ്പെട്ടോണം, ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിലായിക്കോണം, അല്ലെങ്കിൽ വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 18:20 വാക്യത്തിൽ ദൈവം തന്നെ സോദോമിനെ കുറിച്ച് പറയുന്നു, സോദോമിനെ കുറിച്ചും ഗോമറയെ കുറിച്ചും. പിന്നെ യഹോവ സോദോമിന്റെയും ഗോമറയുടെയും നിലവിളി വലിയത്, അവരുടെ പാപം അതികഠിനവുമാകുന്നു. പക്ഷെ ന്യായവിധി ദിവസത്തിൽ സുവിശേഷം തിരസ്കരിച്ച ആളുകൾക്ക് അതിനേക്കാൾ കാഠിന്യമേറിയതായിരിക്കും. 13 വാക്യം, we have to go quickly. ഇത് പറയാനാണ് എനിക്ക് നിയോഗം. കൊരസിനെ, നിനക്ക് അയ്യോ കഷ്ടം. ജീസസ് പറയാ, woe unto you. ബേത്സയിദയെ, നിനക്ക് അയ്യോ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനിനും സഹിക്കാവതാകും. സ്വതന്ത്രം. വാട്ട്സ് ദ മീനിങ്? പഴയ നിയമത്തിലെ 2 പട്ടണങ്ങളാകുന്ന സോരിനെയും സീദോനെയും ജീസസ് കമ്പയർ ചെയ്യുക കൊരേസിനോടും ബേത്സയിദയോടും. ഈ കൊരേസിൻ എന്ന് പറയുന്നത് എവിടെയാണ് ഈ പട്ടണം? ഇത് കഫർനഹൂമിനടുത്തൊരു ചെറിയ ഗ്രാമമാണ്. കഫർനഹൂമിനടുത്തെന്ന് പറയുമ്പോൾ വചനം പഠിച്ച ദൈവമക്കൾ മനസ്സിലാക്കണം, കഫർനഹൂമിലായിരുന്നു ജീസസിന്റെ ഗാലീലിയൻ മിനിസ്ട്രിയിലെ ഹെഡ് ക്വാർട്ടേഴ്സ്. ആ നാട്ടിലായിരുന്നു പത്രോസ് താമസിച്ചുകൊണ്ടിരുന്നത്. പത്രോസിന്റെ അന്ത്രയോസിന്റെ ഒക്കെ ജീസസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. അതിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് കൊരൈസിൻ. ഇനി ബേത്സയിദ ഏതാണ്? നേറ്റീവ് പ്ലേസ് ആണ് പല ശിഷ്യന്മാരുടെയും. അതും കഫർനഹൂമിന് അടുത്തുള്ള ഒരു ഗ്രാമമാണ്. ഈ 2 കഫർനഹൂമിന് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ, കൊരൈസിനിലെയും ബേത്സയിദയിലെ ആളുകൾ യേശുവിന്റെ അത്ഭുതങ്ങൾ നേരിട്ട് കണ്ടവരും യേശുവിന്റെ സന്ദേശം കേട്ടവരുമാണ്. അവര് തഴഞ്ഞു. യേശു പറയുന്ന വാക്കുകൾ കട്ടിയുള്ള വാക്കുകളാണ്. ജാതിക സ്ഥലമാകുന്ന സോരിനും സീദോനും ന്യായവിധിയുണ്ട്, അതിനേക്കാൾ കട്ടിയായിരിക്കും നിനക്കെന്ന്. എല്ലാ കുടുംബവും ഇത് കേട്ടോണം. ഇവിടെ ഇരിക്കുന്ന ആൺപിള്ളാരും പെൺപിള്ളാരും സകല തലമുറ ഇത് കേട്ടോണം. ഇതിലൂടെ എന്നെ ലൈവായിട്ട് കാണുന്നവരും ഇതിന് ശേഷം കേൾക്കാൻ പോകുന്നവരും ഓർത്തോണം. നമ്മളോർത്ത് ഈ കടന്നു വന്നേ ഒന്ന് ഉറങ്ങി അത് കഴിഞ്ഞിട്ട് ഒരു മിടുക്കനായി പോകുന്നൊക്കെ ഏതാണ്ട് വലിയ സംഭവമാണെന്ന അടി വരുന്നടാ കുഞ്ഞെ അടി. ഹോ, ഞാനോർത്ത് സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ നിസ്സഹായത കണ്ടിട്ട് അവിടുത്തെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിൽ മനുഷ്യനായി കൊണ്ടുവരിക. ദ ഗോഡ് മാൻ. എന്തിന്? മനുഷ്യന്റെ ഈ നിസ്സഹായതയിൽ, ഈ ബന്ധനത്തിൽ നിന്ന് ദൈവത്തിന് നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടി പിതാവാം ദൈവം മുൻകൈ എടുത്തിട്ട് നമുക്കിതൊരുമാതിരി ഒന്ന് ഉറങ്ങി ഇതങ്ങനെ പാസ്സായി പോകുന്നതല്ല. ഫിയർ ഗോഡ്. ദൈവത്തെ ഭയക്ക്. എനിക്ക് ഇതിനെക്കാട്ടിൽ വലിയത് എന്റെ കരിയറൊക്കെ കർത്താവ് ആ വിരൽ കൊണ്ടല്ല കാട്ടിയത് തൂരക്കളയും. ഡോണ്ട് ബി ടു സ്മാർട്ട്. അടുത്ത നിമിഷം നിനക്ക് ജീവനുണ്ടോ?
Humble yourself before the gospel of Jesus Christ. സ്തോത്രം. 90, 95 ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെയൊന്നും ആകണമെന്നില്ല. നിങ്ങൾക്കെല്ലാം 90 അല്ല 100, 120 ആകട്ടെന്നാ എൻ്റെ പ്രാർത്ഥന. ആയിക്കോ. വല്ലപ്പോഴും മനോരമ പത്രമൊക്കെ എടുത്തൊന്ന് നോക്കണം. ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ ഭയപ്പെടുക, സുവിശേഷം വിശ്വസിക്കുക, മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. അല്ലെങ്കിൽ സംഗതി ബുദ്ധിമുട്ടാണ്. അവർ യേശുവിനെയും യേശുവിന്റെ സന്ദേശത്തെയും തിരസ്കരിച്ചു. ഇപ്പൊ 70 പേരോട് ഇത് പറഞ്ഞയക്കുക. കർത്താവിന്റെ അനുഭവം കൂടിയാ ഇത്. യേശുവിന്റെ സന്ദേശത്തെ തിരസ്കരിച്ചെന്ന് പറഞ്ഞ യേശുവിനെ തിരസ്കരിച്ചു. അവൻ ലോകത്തിൽ വന്നു, ലോകം അവനെ അറിഞ്ഞില്ല. സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർക്ക് വേണ്ട. നസ്രത്തിലെ പള്ളി കയറി, വേണ്ട. അങ്ങനെയുള്ളവർ പറയും അയ്യോ കഷ്ടമെന്ന് കർത്താവ് പ്രഖ്യാപിക്കുകയാണ്. എത്ര ഭയങ്കര ഷോക്കിംഗ് ട്രൂത്താണിത്. അത്ഭുതങ്ങൾ സോരിലും സീദോനിലും നടന്നായിരുന്നെങ്കിൽ പ്രയോജനം ഉണ്ടായിരുന്നു. ചില ആളുകൾ ചോദിക്കുന്നത് അത്ഭുതം കണ്ട ആളെല്ലാം വരുമെന്ന്. വരില്ല. അത്ഭുതം എന്തിനാണ്? അല്ല ഞാനാണ് ഇവിടുത്തെ അത്ഭുതക്കാരൻ. സിസ്റ്റർ വേണ്ടി ആരെ പ്രാർത്ഥിച്ചത്? എബി പാസ്റ്റർ. ഓ പ്രൈസ് ദി ലോർഡ്. അതിനല്ല അത്ഭുതം. അത്ഭുതം ചൂണ്ടുപലകയാണ് ക്രിസ്തുവിങ്കലേക്ക്, സുവിശേഷത്തിലേക്ക്. ഈ നാടുകളിൽ അത്ഭുതം നടന്നു. ഒരു ഉപദേശിയല്ല. ജീസസ് പെർഫോംഡ് സം ഓഫ് ദി ബിഗസ്റ്റ് മിറക്കിൾസ്. ബെത്സൈദയിലാണ് 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് 10,000-15,000 പേരെ പോഷിപ്പിച്ചത്. അവന്മാർക്ക് വിഷയമല്ല, അവന്മാർക്ക് വിഷയമല്ല. എന്നാൽ സോരിലും സീദോനിലും ഇത് നടന്നിരുന്നെങ്കിൽ, സോരും സീദോനും ഏതാണെന്നറിയാമോ? യഹൂദന്മാർക്ക് അറിയാം, തിന്മയുടെ പ്രതീകമായ 2 ജാതിക പട്ടണങ്ങളാണ്. ഒരു യഹൂദനോട് ചോദിച്ചാൽ മതി, ഏറ്റവും മോശപ്പെട്ട കൊള്ളരുതാത്തവന്മാർ ഇവിടെ സോരിലും സീദോനിലാന്ന് പറയും. യേശു പറയാ ഈ അത്ഭുതം അവിടെ നടന്നായിരുന്നെങ്കിൽ അവന്മാർ 8 മാനസാന്തരപ്പെട്ടതിനെ വന്നു. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലും കുടുംബത്തിലും ദൈവം കാണിച്ച കരുണ, ദൈവം കാണിച്ച കൃപ, ദൈവം തന്ന അനുഗ്രഹങ്ങളും നന്മകളും, ദൈവം എത്ര അത്ഭുതകരമായി നമ്മളെ നടത്തിയിട്ട് സുവിശേഷം വേണ്ടെന്ന് നമ്മളും നമ്മുടെ തലമുറയും പറഞ്ഞാൽ മക്കളെ പാടി പാടി പ്രൈസ് ദി ലോർഡ് പണി പാളും. തിരിയണം, ഇവരുടെ കുഞ്ഞുങ്ങൾ തിരിയണം, ദൈവത്തെ ഭയപ്പെടണം. സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവതമ്പുരാന്റെ വചനമായത്. അഖിലാണ്ടത്തെ മുഴുവനും ഒന്നുമില്ലായ്മ സൃഷ്ടിക്കുകയും അതാത് ഗോളങ്ങളെ അതിന്റെ ഓർബിറ്റിൽ നിർത്തിയത് ദൈവത്തിന്റെ വചനമാണ്. ആ ദൈവത്തോട് കളി നടത്തരുത്, തമാശ നടത്തരുത്. ഇറ്റ് ഈസ് സീരിയസ്, ഇറ്റ് ഈസ് സീരിയസ്. പ്രൈസ് ദി ലോർഡ്. പ്രവാചക പുസ്തകത്തിലൊക്കെ ഈ സോരിനും സീദോനും ഒക്കെ എതിരെ വരുന്ന ന്യായവിധിയുടെ ദൂതിനെ കുറിച്ചൊക്കെയുള്ള പ്രവചനങ്ങളൊക്കെ ഉണ്ട്. കൊരേസോനിലും ബേത്സൈദക്കാർക്കും അവര് കണ്ട അത്ഭുതങ്ങളും അവര് കേട്ട വചനവും ഈ ജാതികൾ കേട്ടിരുന്നെങ്കിൽ, ഇവിടെ കേട്ട വചനങ്ങൾ വടക്കേ ഇന്ത്യയുടെ ദേശത്ത് കേട്ടിരുന്നെങ്കിൽ അവർ തിരിയുമായിരുന്നു. പലയിടത്ത് പോകാതെ ഞാൻ ഇവിടെ നിൽക്കുക. ചിലപ്പോൾ എൻ്റെ ഹൃദയം അങ്ങ് പിടയ്ക്കാറുണ്ട്, അങ്ങ് പോകണം വണ്ടി കയറിയെന്ന്. കളിയല്ലിത്. യു ആർ അക്കൗണ്ടബിൾ. പ്രൈസ് ദി ലോർഡ്. രട്ടിലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെടുവാണ്. എന്താ ഈ രട്ടിലും വെണ്ണീരിലും എന്ന് പറഞ്ഞാൽ ആഴമേറിയ ഹൃദയവേദനയുടെ ദുഃഖത്തിന്റെ സൂചകം, ആഴമേറിയ മാനസാന്തരം, റിയലി സിൻസിയർ റിപ്പന്റൻസിന്റെ സൂചകമാണ്. അവർ ആ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തത്. They would sit in sackcloth and mourn. സ്തോത്രം. ഈ ജാതിക പട്ടണത്തെക്കാൾ ദൈവത്തിന്റെ അടുത്ത ആളുകളാന്ന് പറയുന്ന യഹൂദന്മാർക്ക് ന്യായവിധി കട്ടിയാകും. ഒക്കുമോ? ഞാനൊന്ന് പറഞ്ഞു പോട്ടെ. കേൾക്കാത്ത പലരെക്കാൾ പെന്തിക്കോസി വന്നേച്ച് തരികട കളിച്ച് നിൽക്കുന്ന നിനക്കായിരിക്കും ന്യായവിധി. നീ രക്ഷിക്കപ്പെട്ടില്ല. 15-ാം വാക്യം. നീയോ കഫർനഹൂമേ
സ്വർഗത്തോളം ഉയർന്നിരിക്കുന്നു, നീ പാതാളത്തോളം താണു പോകും. കഫർനഹൂം ഏതാ? ജീസസ് താമസിച്ച സ്ഥലം. നസ്രയത്തിൽ നിന്നവര് ജീസസിനെ തിരസ്കരിച്ചപ്പോൾ he went to Capernaum and he stayed there. അവിടെ ശുശ്രൂഷിച്ചു, അവിടെ അത്ഭുതങ്ങൾ ചെയ്തു. പക്ഷെ നല്ല ആളുകളാ കേട്ടോ, അവർ യേശുവിന് എതിരായിട്ടൊന്നും പറഞ്ഞില്ല. കോട്ടേജ് മീറ്റിംഗ് ലക്ഷ്യമാക്കിയില്ല. വലിയ ക്രൗഡ്സ് വരും. നല്ല എന്നാ രക്ഷിക്കപ്പെട്ടോ? ഇല്ല, ഇല്ല. സ്തോത്രം. അവർക്ക് സ്വയനീതിയായിരുന്നു. ഞങ്ങൾക്ക് എന്നാ കുഴപ്പം? മാത്രമല്ല, കർത്താവ് ഞങ്ങളുടെ കൂടെ അല്ലേ താമസിക്കുന്നത്. നീ കണ്ടായിരുന്നോടാ ഇന്നലത്തെ അത്ഭുതം? നമ്മുടെ ആളാ കർത്താവ്. ഏത് പാസ്റ്റർ ലീഡ് ചെയ്യാനുണ്ടെങ്കിലും ഞാൻ പറയാൻ ന്യായവിധി പോകത്തില്ല. സുവിശേഷത്തിന് അടിയറവ് പറഞ്ഞില്ലെങ്കിൽ, യേശുവിൻ്റെ ഭരണത്തിന്റെ കീഴിൽ വന്നില്ലെങ്കിൽ, that's a big time problem. അത്ഭുതം കിട്ടി, ഞാൻ പ്രാർത്ഥിച്ചു, അത്ഭുതം കിട്ടി. എടാ, അത്ഭുതം കിട്ടിയ കഫർനഹൂമിനോടാണ് ഈ പറയുന്നത്, ഇറ്റ് ഈസ് സീരിയസ്. അത്ഭുതം കാണിക്കുന്നത് നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്നല്ല. അല്ല, ഞാൻ പ്രാർത്ഥിച്ചപ്പം ഇറ്റ് ഡസന്റ് ഷോ ദാറ്റ് യു ആർ ഓൺ യുവർ വേ ടു ഹെവൻ. നിങ്ങൾ പ്രാർത്ഥിച്ചാലും ആ കിട്ടിയ അത്ഭുതക്കാരിയും സ്വർഗത്തിൽ പോകണമെന്നില്ല. സുവിശേഷമാണ് വിഷയം. Have you accepted Jesus to rule your life? If not, you are a rebel. You are a rebel, and rebels will be judged. സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? അല്ല, കർത്താവ് ഇവിടെ അല്ലേ താമസിക്കുന്ന, ഇത്രയും അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന. അതുകൊണ്ട് ഞങ്ങള് മറ്റുള്ള പട്ടണം പോലൊന്നും അല്ല. ഞങ്ങള് ഉയർന്ന ലെവല, വേറെ മണ്ഡലമാണ്. ഞങ്ങൾ വേറെ സഭകളെ പോലൊന്നും അല്ല. ഇവിടെയാണ് ദൈവത്തിന്റെ വചനം കറക്റ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത്. നിങ്ങൾ വേറെ ടീമാ. ഓ യാ. സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ, നീ പാതാളത്തോളം താണു പോകും. എന്തു വാക്കാണ് പ്രിയരെ! പാതാളം എന്ന വാക്ക് ഒരു ജനറൽ വാക്കാണ്. മരിച്ചവർ പോകുന്ന ഒരു ഇടം എന്ന അർത്ഥം. പക്ഷേ സ്വർഗത്തോളം പറഞ്ഞേച്ച് പാതാളം പറയുമ്പോൾ, ഹെവനിന് കോൺട്രാസ്റ്റ് ആയിട്ട് പറയുമ്പോൾ, യു കൻ സേ യു വിൽ ഗോ ടു ഹെൽ. വൈ? ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വചനം പറഞ്ഞതാരാ? The Lord Jesus himself. മൈൻഡ് ചെയ്തില്ല നീ അല്ലേ? നിനക്കിതൊരു തമാശായിരുന്നു. എത്ര സീരിയസ് ആണ് മോളെ. 15-ാം വാക്യം ഒന്ന് വായിക്കുക. നീയോ കഫർനഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ, നീ പാതാളത്തോളം താണുപോകും. അവര് ചിന്തിക്കുന്നത് എന്താ? സൂപ്പർലേറ്റീവ്. കർത്താവ് പറഞ്ഞ you go to Hades. വളരെ സൂക്ഷിച്ചോണം. ഞാൻ കർത്താവിന്റെ വാക്കുകളാണ് പറയുന്നത്. വലിയ വ്യാഖ്യാനമൊന്നും ഇതിനില്ല. വാട്ട്സ് എ പ്രോബ്ലം? 70 വരെ അയക്കുമ്പോൾ പറയുകയാണ്, ഇങ്ങനൊരു സാധ്യതയുണ്ട്, ചിലർ തിരസ്കരിക്കും. ആ വാണിംഗ് ആണ് 8 മുതലുള്ള വാക്യങ്ങൾ കാണുന്നത്. 13 ആകുമ്പോൾ 13, 14, 15 കർത്താവിന്റെ മിനിസ്ട്രിയിൽ തന്നെ ഉണ്ടായ കാര്യമാണ്. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ. സ്തോത്രം. ലെറ്റ്സ് ക്ലോസ്. 16-ാം വാക്യം. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ, അതായത് 70 പേരുടെ വാക്ക് കേൾക്കുന്നു, എന്റെ വാക്ക് കേൾക്കുന്നു. എല്ലാവരും എന്നെ ഒന്ന് നോക്കി, എന്തുവാ ഇത്? കർത്താവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സത്യസുവിശേഷം മായം ചേർക്കാതെ പോവുകയാണ്. പോകുന്നവരെ കുറിച്ച് പറയുകയാണ്, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക്. മെസ്സഞ്ചർ എത്ര വലിയ ആളാണ്! നമുക്കൊരു ചിലർക്ക് ക്രെഡിറ്റ്. ഞാൻ 1-2 ഭാഷമാരെയൊക്കെ അടിച്ചിട്ടുണ്ട്. ഹൂ ഈസ് ദ മെസ്സഞ്ചർ? എത്ര വേഗം ചെന്ന് അങ്ങനെ എങ്ങാനും പറഞ്ഞിട്ടുണ്ടേലോ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ ക്ഷമ ചോദിക്കണം.
ഞാൻ പണ്ട് മെതിക്കാതെ കയറി ഞാൻ കാത ഞാൻ ഒരറ്റ ഹട്ട അടച്ച് പുല്ല് കഴിച്ച എന്താ യേശു പറയുന്നത്? നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു. അടുത്തത്, നിങ്ങളെ തള്ളുന്നവൻ എന്നെ ഒക്കാളെ ഇവിടെ നിന്ന് തൂജായിടം, നിന്റെ തൂജായിടം ഒരു കള്ളന്മാരിറങ്ങിയിട്ടുണ്ട്. ആരെയാ തള്ളുന്നേ? അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഞാൻ ബന്ധിക്കോസൊക്കെ അങ്ങോട്ട് വിടും കേട്ടോ, ഇപ്പൊ കേട്ടോ, അങ്ങനെ ആ ചിലര് അതൊന്നും വേണ്ട. മെസ്സഞ്ചറിനെ തള്ളുന്നത് മെസ്സേജ് തള്ളുക, അയച്ചവനെയും തള്ളുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയുന്നത്, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ. യു ആർ റിജക്റ്റിംഗ് ഗോഡ്. ന്യായവിധി ന്യായമല്ലേ? When you reject God, when you reject His Son Jesus Christ, when you reject the gospel of deliverance from sin, ദൈവം ന്യായം വിധിക്കുമെന്ന് പറയുന്നത് ന്യായമല്ലേ? ദൈവം മുന്നോട്ട് വെക്കുന്നത് സ്നേഹത്തിന്റെ സന്ദേശമാണ്. കം, ആ അബണ്ടന്റ് ഗ്രേസ് ആണ്. അർഹതയില്ലാത്ത നമ്മളെ അൺകണ്ടീഷണലായി സ്നേഹിക്കുകയാണ്. പുച്ഛിച്ചതിനെ തള്ളുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ന്യായവിധിയുണ്ട്. ആദ്യത്തെ 16 വാക്യങ്ങളിൽ ഈ 70 പേരോടുള്ള ഇൻസ്ട്രക്ഷനാണ് 10-ാം അധ്യായത്തിൽ. 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഇവർ മടങ്ങി വന്നിട്ട് അവരുടെ ശുശ്രൂഷയിൽ വെളിപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് പറയുക. അവിടെയാണ് കർത്താവ് നമുക്കൊക്കെ അറിയാമെന്നൊരു വാക്ക് പറയുന്നത്, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കാൻ നിങ്ങൾ സന്തോഷിക്കുക. എന്നിട്ട് കർത്താവ് he became joyful in the spirit. അതെന്താ? ജ്ഞാനികൾക്കും വിവേകികൾക്കും ഇത് മറച്ചു വെച്ച് ഈ ശിശുക്കൾക്ക് ഇത് തുറന്നല്ലോ. പണ്ഡിതാ, നിനക്കൊന്നും മനസ്സിലാകുന്നില്ല. ശിശുക്കൾക്ക് ഇത് മനസ്സിലാക്കി കൊടുത്തു. ഹംബിൾ ഓഫ് ഹാർട്ട്, അറിഞ്ഞുകൂടാ കർത്താവേ എന്ന് പറയുന്നവർക്ക് ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുത്തു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം.